എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നെങ്ങനെ നമ്മൾ പറയാം? അതിന് നമുക്ക് ഐ ആം ഗോയിങ് ടു വെച്ച് പറയാം. ഐ ആം ഗോയിങ് ടു. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഐ ആം ഗോയിങ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇന്ന് രാത്രി ഒരു സിനിമ കാണാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു വാച്ച് എ മൂവി ടുനൈറ്റ്. ഐ ആം ഗോയിങ് ടു വാച്ച് എ മൂവി ടുനൈറ്റ്. ഞാനൊരു പുതിയ ഫോൺ വാങ്ങാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ബൈ എ ന്യൂ ഫോൺ. ഐ ആം ഗോയിങ് ടു ബൈ എ ന്യൂ ഫോൺ. ഞാനൊരു പുതിയ കോഴ്സ് ആരംഭിക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ കോഴ്സ്. ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ കോഴ്സ്. ഞാൻ നാളെ എൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ പോകുന്നു. ഇതെങ്ങനെ പറയാ? കോമന്റ് യുവർ ആൻസർ. വേണ്ടി വരും, ചെയ്യേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വിൽ ഹാവ് ടു വെച്ച് പറയാട്ടോ. വിൽ ഹാവ് ടു. എനിക്ക് കഠിനമായി പഠിക്കേണ്ടി വരും. ഐ വിൽ ഹാവ് ടു സ്റ്റഡി ഹാർഡ്. അവൾക്ക് നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. ഷി വിൽ ഹാവ് ടു വേക്ക് അപ്പ് ഏർലി ടുമോറോ. നമുക്ക് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും. വി വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. നിനക്ക് ഈ ജോലി ഇന്ന് പൂർത്തിയാക്കേണ്ടി വരും. ഇതെങ്ങനെ പറയും? കമന്റ് യുവർ ആൻസർ. ആരെങ്കിലും നമ്മളോട് വല്ല കാര്യം വന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യില്ലേ? ഇത് കേട്ടിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നു. നമ്മളൊരു റെസ്പോണ്ട്, ഒരു ഒപ്പീനിയൻ പറയും അല്ലേ? അത് നമുക്ക് ഇറ്റ് സൗണ്ട്സ് വെച്ച് പറയാം. ഇറ്റ് സൗണ്ട്സ്. അത് കേട്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഇറ്റ് സൗണ്ട്സ് ഗുഡ്. അത് കേട്ടിട്ട് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഇറ്റ് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. അത് കേട്ടിട്ട് എനിക്ക് തമാശയായിട്ട് തോന്നുന്നു. ഇറ്റ് സൗണ്ട്സ് ഫണ്ണി. അത് കേട്ടിട്ട് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നു. ഇറ്റ് സൗണ്ട്സ് ഡിഫിക്കൽട്ടി. അത് കേൾക്കുമ്പോൾ നല്ല എളുപ്പമുള്ളതായിട്ട് തോന്നും. ഇതെങ്ങനെ പറയാം? കമന്റ് യുവർ ആൻസർ. ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ഒരു കടമ നമ്മൾ പറയുമ്പോൾ എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്, എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയാറില്ലേ? ഇത് നമുക്ക് ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു വെച്ച് പറയാം. ഐ യു വി ദേ ഇതിൻ്റെ കൂടെയാണ് ഹാവ് ടു വയ്ക്കാം. ഷീ ഹി ഇറ്റ് ഇതിൻ്റെ കൂടെ ഹാസ് ടു വയ്ക്കുന്നത്. ശേഷം നമ്മൾ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വയ്ക്കുക. എനിക്ക് അമ്മയെ വിളിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു കോൾ മൈ മദർ. നീ കൂടുതൽ വെള്ളം കുടിക്കേണ്ടതുണ്ട്. യു ഹാവ് ടു ഡ്രിങ്ക് മോർ വാട്ടർ. നമുക്ക് സമയത്ത് എത്തേണ്ടതുണ്ട്. വി ഹാവ് ടു റീച്ച് ഓൺ ടൈം. അവർക്ക് ബില്ലടയ്ക്കേണ്ടതുണ്ട്. ദേ ഹാവ് ടു പേ ദ ബിൽ. ദേ ഹാവ് ടു പേ ദ ബിൽ. അവൾക്ക് അവളുടെ റൂം വൃത്തിയാക്കേണ്ടതുണ്ട്. ഇതെങ്ങനെയാ പറയാ? കമന്റ് യുവർ ആൻസർ.